ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ദാറ്റ് ഈസ് വേരിയസ് കോൺസെപ്റ്റ്സ് ഓഫ് ഡിമാൻഡിൻ്റെ കോൺസെപ്റ്റ്സ്. അതിൻ്റെ അതിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡുണ്ട്, അതിൻ്റെ ഷെഡ്യൂളുണ്ട്, മാർക്കറ്റ് ഡിമാൻഡുണ്ട്, പിന്നെ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഡിമാൻഡ് കർവ്. ഇതെല്ലാം കൂടെ എന്താണെന്നാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഡിമാൻഡ് നമ്മൾ പറഞ്ഞു, ഡിമാൻഡ് ഈസ് എ ഡിസയർ backed by or followed by ability and willingness to pay for a commodity. ഇപ്പോൾ ഒരു കമോഡിറ്റി വേണം എന്ന് നമുക്ക് മനസ്സിലൊരാഗ്രഹം, നമുക്കത് വാങ്ങാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ട്, എബിലിറ്റി ടു പേ. നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നു, അത് വാങ്ങിക്കാൻ പറയുന്നു, അത് വില്ലിങ്നെസ്. അപ്പോൾ വില്ലിങ്നെസ്സും എബിലിറ്റിയും ഉണ്ടെങ്കിൽ അത്തരം ഡിസയറിനെ വിളിക്കുന്ന പേരാണ് ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് ഈസ് എ ഡിസയർ ഫോളോഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ കമോഡിറ്റി. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഡിമാൻഡിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് അല്ലെ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് പറയും. ദാറ്റ് ഈസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമോഡിറ്റി പർച്ചേസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം എന്ന് വേണേൽ പറയാം. ഒരു ഇൻഡിവിജ്വൽ ഒരു പ്രത്യേക ടൈം പീരീഡിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ അളവ്. അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ആൻഡ് ഇറ്റ്സ് പ്രൈസ് ബൈ ആൻ ഇൻഡിവിജ്വൽ പർച്ചേസിങ് ഇൻ എ മാർക്കറ്റ്. അപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു ഇൻഡിവിജ്വൽ പർച്ചേസ് ചെയ്യുന്ന ആ കമോഡിറ്റിയുടെ ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിയും ആ പ്രൈസും തമ്മിലുള്ള ആ ബന്ധത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയും. എ ടേബിൾ വിച്ച് ഷോസ് the relationship between price and also quantities of commodity is called individual demand schedule. ഇതാണ് ഇങ്ങനെ കാണിക്കാം. ഇവിടെ രണ്ടെണ്ണം നോക്കിയാൽ മതി. ഒന്നാമത്തെ കോളത്തിൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കോളം മാത്രം നോക്കിയാൽ മതി. എസ് ഡിമാൻഡാണ്. എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ മാത്രം വാങ്ങിച്ച ഡിമാൻഡ്. പ്രൈസ് 5 ആയിരുന്നപ്പോൾ എയുടെ ഡിമാൻഡ് 2. പ്രൈസ് 4 റിഡ്യൂസ് ചെയ്തപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു 3. വീണ്ടും പ്രൈസ് 3 കുറഞ്ഞു, അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 5 കൂടി. വീണ്ടും പ്രൈസ് 2 കുറഞ്ഞു, അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 8 കൂടി. അപ്പോൾ അത് 2 കോളം മാത്രം തൽക്കാലം നോക്കിയാൽ മതി. ഇൻഡിവിജ്വൽ ഡിമാൻഡ് പറയുമ്പോൾ ഞാനത് എഴുതിയിട്ടിരിക്കുന്ന മാർക്കറ്റ് ഡിമാൻഡാണ്. അപ്പോൾ ആദ്യം 2 കോളം മാത്രം നോക്കുക, പ്രൈസ് ഓഫ് ദ കമോഡിറ്റിയും അതുപോലെ എയ്സ് ഡിമാൻഡ്, എയുടെ ഡിമാൻഡ് മാത്രം നോക്കുക. അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിഫറൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് കമോഡിറ്റി അറ്റ് ഡിഫറൻറ്റ് പ്രൈസ് ദാറ്റ് ഈസ് ഷോൺ ഇൻ എ ടേബിൾ ഈസ് കോൾഡ്. അപ്പോൾ ഒരു ടേബിൾ രൂപത്തിൽ ക്വാണ്ടിറ്റീസ് ഓഫ് കമോഡിറ്റിയും അതിൻ്റെ പ്രൈസും കാണിച്ചാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയും. അപ്പോൾ ഇനി എന്താ മാർക്കറ്റ് ഡിമാൻഡ്? ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് വരും. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റീസ് ഓഫ് എ കമോഡിറ്റി ഡിമാൻഡഡ് ബൈ ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ എ മാർക്കറ്റ് ഈസ് കോൾഡ് മാർക്കറ്റ് ഡിമാൻഡ്. അപ്പോൾ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ABCD ഇഷ്ടം പോലെ ആൾക്കാർ കൺസ്യൂമേഴ്സ് വരികയാണ്. അവർ പല കമോഡിറ്റീസ് ഡിഫറൻറ്റ് പ്രൈസിന് വാങ്ങിക്കുന്നു. അപ്പോൾ ഡിഫറൻറ്റ് പ്രൈസ്, ഡിഫറൻറ്റ് ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ബൈ ഡിഫറൻറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ മാർക്കറ്റ് ഈസ് കോൾഡ് മാർക്കറ്റ് ഡിമാൻഡ്. അപ്പോൾ എന്താ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ദ ടോട്ടൽ ഡിമാൻഡ് ഓർ ടോട്ടൽ ക്വാണ്ടിറ്റീസ് ഓഫ് കമോഡിറ്റി പർച്ചേസ്ഡ് ബൈ ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ മാർക്കറ്റ് അറ്റ് വേരിയസ് പ്രൈസ് ലെവൽസ്. അതിനെയാണ് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയും, മാർക്കറ്റ് ഡിമാൻഡ്. ഇനി ആ ടേബിൾ നോക്കൂ, മാർക്കറ്റിൽ A വന്നു, B വന്നു, ഒന്നിലധികം ആൾക്കാർ വന്നു. അപ്പോൾ എയുടെ ഡിമാൻഡ്, ബിയുടെ ഡിമാൻഡ്, അത് ടോട്ടൽ വരുമ്പോൾ അതിനെയാണ് മാർക്കറ്റ് ഡിമാൻഡ്. കണ്ടല്ലേ? അപ്പോൾ 5 റുപ്പീസിന് ഡിമാൻഡ് എയുടെ 2, ബിയുടെ 1. അപ്പോൾ ആ 2ഉം 1ഉം കൂടെ ചേരുമ്പോൾ 3, അതാണ് മാർക്കറ്റ് ഡിമാൻഡ്. പ്രൈസ് റിഡ്യൂസ് ചെയ്തു, 5ൽ നിന്ന് 4 കുറഞ്ഞു, അപ്പോൾ എയുടെ ഡിമാൻഡ് 2ൽ നിന്ന് 3 കൂടി, ബിയുടെ 1ൽ നിന്ന് 2 കൂടി, അപ്പോൾ 3ഉം 2ഉം 5, അതാണ് മാർക്കറ്റ് ഡിമാൻഡ്. വീണ്ടും പ്രൈസ് കുറഞ്ഞു, 3 കുറഞ്ഞു പ്രൈസ്, അപ്പോൾ എസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ് ആസ് 5 യൂണിറ്റ്സ് ആൻഡ് ബി 4 യൂണിറ്റ്സ്, ടുഗദർ 9 യൂണിറ്റ്സ്. ദാറ്റ് ഈസ് മാർക്കറ്റ് ഡിമാൻഡ്. വീണ്ടും അഗെയിൻ പ്രൈസ് ഫോൾസ് 2 റുപ്പീസ്. A's demand increases 8 യൂണിറ്റ് ആൻഡ് B's ഡിമാൻഡ് 7 യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ എത്ര? 8, 7, 15 ടോട്ടൽ ഡിമാൻഡ്. അപ്പോൾ ആ ലാസ്റ്റ് കോളത്തിൽ കാണിച്ചിരിക്കുന്ന മാർക്കറ്റ് ഡിമാൻഡ്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ക്വാണ്ടിറ്റീസ് ഓഫ് കമോഡിറ്റി പർച്ചേസ് ബൈ ഡിഫറൻറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ മാർക്കറ്റ് അറ്റ് ഡിഫറൻറ്റ് പ്രൈസസ്, ദാറ്റ് ഈസ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയും. പിന്നെ നമുക്ക് ഈ മാർക്കറ്റ് ഡിമാൻഡിനെയും അതുപോലെ ഇൻഡിവിജ്വൽ ഡിമാൻഡിനെയും ഒക്കെ തന്നെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനെ വിളിക്കുന്ന
പേരാണ് ഡിമാൻഡ് കർവ്. സോ വാട്ട് ഈസ് ഡിമാൻഡ് കർവ്? ഡിമാൻഡ് കർവ് ഈസ് എ കർവ് വിച്ച് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ് ഓഫ് കമോഡിറ്റി ആൻഡ് ഇറ്റ്സ് പ്രൈസ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന കമോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയും അതിൻ്റെ പ്രൈസും കൂടെ ചേർത്ത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുമ്പോൾ നമ്മൾ അവനെ വിളിക്കും ഡിമാൻഡ് കർവ് എന്ന് പറയും. ഡിമാൻഡ് കർവ്. അപ്പോൾ ഡിമാൻഡ് കർവ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയാം. ഒരു ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് ഡിമാൻഡ് കർവ്. ആ ഡിമാൻഡ് കർവ് വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ എയുടെ ഡിമാൻഡ് കർവ് നമുക്കൊന്ന് വരച്ച് കാണിക്കാം. ഇപ്പം എ മാത്രം എടുക്കുക, പ്രൈസ് 5 മുതൽ 2 വരെ എയുടെ മാത്രം ഡിമാൻഡ് എടുക്കുക. എന്തിനാ? ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് വരയ്ക്കാനാണ്. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ എയുടെ ടോട്ടൽ ക്വാണ്ടിറ്റി 8 ആണ്. ഞാനിവിടെ കംപ്ലീറ്റ് വരച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇഷ്ടം പോലെയുള്ള സ്കെയിലുകൾ എടുക്കാം. OX കമോഡിറ്റി കൂടുതലായതുകൊണ്ട് ഞാൻ 3, 6, 9, 12, 15 എന്നെടുത്തു. ഒരു 1.5 സെൻറ്റിമീറ്റർ അകലത്തിൽ. മേലോട്ട് ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ 1, 2, 3, 4. കാരണം നമ്മുടെ പ്രൈസ് 5 ആണ്. അപ്പം നമ്മൾ ആദ്യം എ വാങ്ങിച്ചത് 5 രൂപയിൽ, അതായത് 5 റുപ്പീസ്. പർച്ചേസ് 2 യൂണിറ്റ്സ് ആണ്. ഇതാണ് 5 റുപ്പീസ്. 2 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 3ൻ്റെ തൊട്ടിപ്പുറത്ത് വരും. അതിങ്ങനെ മേളോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് കൊടുക്കുക. കണ്ടോ? അപ്പോൾ 5 റുപ്പീസിന് 2 യൂണിറ്റ്സ് ഓഫ് കമോഡിറ്റിയെ വാങ്ങിച്ചു. എയുടെ മാത്രമേ ഉള്ളൂ, ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവാണ്. അടുത്ത പ്രൈസ് കുറഞ്ഞു, 4 കുറഞ്ഞതുണ്ട്. പ്രൈസ് 4 കുറഞ്ഞു. അപ്പോൾ കൺസംഷൻ എത്രയായി? 3 പർച്ചേസിങ് 3ൻ്റെ അവിടെ നേരെ മേളോട്ട് 4 നേരെ വരയ്ക്കണം. 4 നേരെ 3ൻ്റെ അവിടെ നിന്ന് പൊക്കി അടുത്ത ഒരു പോയിന്റ് എടുത്തു. വീണ്ടും പ്രൈസ് 3 കുറഞ്ഞു. 3 കുറഞ്ഞു. അപ്പോൾ എ വാങ്ങിച്ച കമോഡിറ്റി എത്ര? 5 യൂണിറ്റ്സ് ആണ്. 5 എന്ന് പറയുമ്പോൾ 6ൻ്റെ തൊട്ടിപ്പുറത്ത് വരും. അപ്പോൾ 3ൻ്റെ നേരെ വലത്ത് ഇങ്ങനെ വരും. അപ്പോൾ 5ൻ്റെ മേളോട്ട് 3 പ്രൈസ്. അപ്പോൾ ഏകദേശം ഇവിടെ വരും. വീണ്ടും പ്രൈസ് റെഡ്യൂസ് ചെയ്തു 2 റുപ്പീസായിട്ട്. അപ്പോൾ ക്വാണ്ടിറ്റി 8 ആയിട്ട് കൂടി. അപ്പോൾ 2 ആയിട്ട് പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി 8 എന്ന് പറയുമ്പോൾ ആ 9ൻ്റെ തൊട്ട് ഇടത്ത് വന്നോട്ട് കണ്ടോ. അപ്പോൾ 4 പോയിൻ്റ് കിട്ടി. ഈ 4 പോയിൻറ്റിനെ കൂടെ ചേർത്തോണ്ട് നമുക്ക് ഒരു വര അങ്ങ് വരയ്ക്കാം. അപ്പം നമ്മൾ അവനെ വിളിക്കുന്ന പേരാണ് ഡിമാൻഡ് കർവ്. കണ്ടോ? ഡിമാൻഡ് കർവ്. ഈ ഡിമാൻഡ് കർവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. നമ്മുടെ ഇൻഡിഫറൻസ് കർവ് വരച്ച പോലെ അങ്ങനെ വരയ്ക്കാം. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്താ പറയുന്നത്, ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പായിട്ട് ഇങ്ങനെ ലീനിയറായിട്ട് വരയ്ക്കാം. കർവായിട്ട് വരയ്ക്കാം, ലീനിയറായിട്ട് വരയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ വരച്ച് കാണിച്ച് ഇത് ഏകദേശം ഇപ്പം ഞാൻ വരച്ചിട്ടേക്കുന്നത് ഏകദേശം കർവാണ് ഇങ്ങനെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് കണ്ടോ? ദ ഷേപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഡിമാൻഡ് കർവ് സ്ലോപ്പ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? സ്മോളർ പ്രൈസ് ലീഡ്സ് ലാർജർ ക്വാണ്ടിറ്റി. അതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഡിമാൻഡ് കർവ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് സ്ലോപ്പ് ചെയ്യും? വേറെ കാരണങ്ങളുണ്ട്, അത് ലോ ഓഫ് ഡിമാൻഡിൻ്റെ അകത്ത് ഞാൻ പറയാം. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇവിടെ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ചെയ്യുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറ്റ് എ ലോവർ പ്രൈസ് എ കൺസ്യൂമർ പർച്ചേസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വൺ കമോഡിറ്റി. അപ്പോൾ പ്രൈസ് കുറയുമ്പോൾ മോർ യൂണിറ്റ്സ് പർച്ചേസിങ് നടത്തും ഒരു ഇൻഡിവിജ്വൽ. അതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് സ്ലോപ്പ് ചെയ്ത്. ഇനി ഇതേപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് വരയ്ക്കാം. ഇതിപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് അത്രേ വരയ്ക്കാം ഒരാൾ. എന്നാൽ ഒന്നിൽ കൂടുതൽ കയറി വരുമ്പോൾ മാർക്കറ്റ് ഡിമാൻഡ്. അപ്പോൾ നമുക്ക് നോക്കാം. 5 പ്രൈസ് അത് തന്നെ 5. അപ്പോൾ ബിയുടെ ക്വാണ്ടിറ്റി എത്ര? ബി വാങ്ങിച്ച് 1. അപ്പോൾ പ്രൈസ് 5, 1 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും, സ്വല്പം ഇപ്പുറത്ത് വരും. ഇനിയും പ്രൈസ് 4 കുറഞ്ഞു. അപ്പോൾ ബിയുടെ പർച്ചേസിങ് 2 ആണ്. അപ്പോൾ 4 കുറഞ്ഞപ്പോൾ 2 അല്പം കൂടെ വേണ്ട, ഏകദേശം ഇവിടെ വരും. ഇനി അതുപോലെ തന്നെ പ്രൈസ് 3 കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി 4 അപ്പോൾ 3 പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി 4, ഏകദേശം ഇവിടെ വരും. അതുപോലെ തന്നെ പ്രൈസ് 2 കുറഞ്ഞപ്പോൾ അയാളുടെ ക്വാണ്ടിറ്റി 7 ആണ്. അപ്പോൾ പ്രൈസ് 2 കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഏകദേശം ഇവിടെ വരും. അപ്പോൾ ഇത് കണ്ടോ, രണ്ടാമത്തെ കർവ്. ഇതാരുടെയാണ്? ഇവിടെ ഡി എന്ന് കൊടുക്കാം, എയുടെ ഡിമാൻഡ് കർവ്. ഇത് DB ആണ്, ബിയുടെ ഡിമാൻഡ് കർവ്. കണ്ടോ? ഇനി അത് കഴിഞ്ഞിട്ട് ഈ രണ്ടുപേരുടെയും കൂടെ ചേർന്ന് ടോട്ടൽ നമുക്ക് വരയ്ക്കാം. അതായത് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ പ്രൈസ് 5, ടോട്ടൽ മാർക്കറ്റ് 3. 5 മാർക്കറ്റ് 3 എന്ന് പറയുമ്പം ഏകദേശം ഒരു ഈ ഭാഗത്ത് വരുമെന്ന് കൂട്ടിക്കും 3. ഇനി പ്രൈസ് 4 കുറഞ്ഞപ്പോൾ ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് 5 ആണ്. പ്രൈസ് 4 കുറഞ്ഞപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് ഏകദേശം ഇവിടെ വരും 5.
അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രൈസ് 3 ആയപ്പോൾ ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് 9 ആയി. പ്രൈസ് 3 ആയപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് 9 ആയി. ഇതാണ്ട് ഇവിടെ വരും. പിന്നെ 2 പ്രൈസ് കുറഞ്ഞപ്പോൾ ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് 15. അപ്പോൾ 2 15 ഏകദേശം എന്താണ്ട് ഇവിടോട്ടിഞ്ഞ് വന്നു. 2 ഇവിടോട്ട് വന്നു. ഇനി നോക്കിയേ, അതിനെ നമ്മൾ ചേർത്ത് ഒരു ലൈൻ വരച്ചു. അപ്പോൾ അവനെ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ്, MD എന്ന് വിളിക്കാം. മാർക്കറ്റ് ഡിമാൻഡ്. ഇവിടെ കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ വരുന്നതിൻ്റെ അനുസരിച്ച് മാർക്കറ്റ് ഡിമാൻഡ് ഏകദേശം ഹൊറിസോണ്ടൽ ഷേപ്പിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഈ OX പോലെ വരത്തില്ല, അതിന് പാരലായിട്ട് പോകും. അപ്പോൾ ഈ MDയുടെ ഷേപ്പ് കൂടെ ഓർത്തോണം, ഹൊറിസോണ്ടൽ ഷേപ്പാണ്. എന്തുകൊണ്ട് ഹൊറിസോണ്ടൽ? ബിക്കോസ് ഓഫ് ലാർജ് കൺസ്യൂമേഴ്സ് പർച്ചേസ് ഡിഫറൻറ്റ് കമോഡിറ്റീസിൻ്റെ മാർക്കറ്റ്. അപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ വന്ന് ഒത്തിരി കമോഡിറ്റികൾ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വരികയും ലാർജ് നമ്പർ ഓഫ് കമോഡിറ്റി പർച്ചേസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അതായത് ഹൊറിസോണ്ടൽ, ഏകദേശം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് കറക്റ്റ് ഡൗൺവേർഡ് അല്ല, ഒരല്പം ചരിഞ്ഞിങ്ങനെ വന്ന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഇത്തരം കർവ് വരിക നമ്മൾ ഹൊറിസോണ്ടൽ ഷേപ്പ് എന്ന് പറയും. ഏകദേശം OXന് പാരല്ല, അന്ന് കറക്റ്റല്ല, ഏകദേശം. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഡിമാൻഡ് ആയാലും ഈ സപ്ലൈ ആയാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഒരു കൺസ്യൂമർ ബിഹേവിയറാണ്. എല്ലാവരും ഒരുപോലെ ചെയ്യണമെന്നില്ല. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞു. ദർ ഇസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ദാറ്റ് മീൻസ് അറ്റ് എ ഹയർ പ്രൈസ് സ്മോളർ വിൽ ബി പർച്ചേസ്ഡ്. അതാണ്. അല്ലെങ്കിൽ അറ്റ് എ ലോവർ പ്രൈസ് ലാർജ് എമൗണ്ട് വിൽ ബി പർച്ചേസ്ഡ് ബൈ എ കൺസ്യൂമർ. അതാണ്. ദർ ഇസ് ആൻ ഓപ്പോസിറ്റ് റിലേഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ്. പ്രൈസും ഡിമാൻഡും തമ്മിലൊരു ഓപ്പോസിറ്റ് അല്ലെ ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയും. അതാണ്. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി കുറയും, പർച്ചേസിങ് കുറയും. പ്രൈസ് കുറയുമ്പോൾ പർച്ചേസിങ് പവർ കൂടും. അപ്പോൾ മിക്കവാറുമുള്ള മോസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ് പർച്ചേസ് ലാർജ് ക്വാണ്ടിറ്റി ഉള്ളി അറ്റ് എ ലോവർ പ്രൈസ്. അപ്പോൾ പ്രൈസ് കുറയുമ്പോൾ മാത്രമേ ആൾക്കാർ കൂടുതൽ പർച്ചേസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ആ ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ആ ബന്ധം ഇൻവേഴ്സ് റിലേഷൻ. ഇത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരിലും ഇതൊന്നുമില്ല. നമ്മൾ ഈ ആവറേജ് ഇൻകംകാർക്കൊക്കെ ഈ തിയറി ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്ത്യ പോലുള്ള ആൾക്കാർക്ക് വേണ്ടി എഴുതിയ തിയറിയാന്ന് തോന്നുന്നു. ആവറേജ് ഇൻകംകാർക്കൊക്കെ ഉള്ളൂ. ഡിമാൻഡ് വേറെ ഒരുപാടുണ്ട്. ഇപ്പോൾ പല സാധനങ്ങൾക്ക് പിന്നെ ഡിമാൻഡ് കൂടുന്നതിൻ്റെ അനുസരിച്ച് പ്രൈസ് കൂടുന്നുണ്ട്, പ്രൈസ് കൂടുന്നതിൻ്റെ അനുസരിച്ച് ഡിമാൻഡ് കൂടുന്നുണ്ട്, പലതരത്തിൽ പോകുന്നുണ്ട്. അല്ലാതെ ഈ പറയുന്ന പോലൊന്നും അല്ല. പക്ഷേ നമ്മൾ പറഞ്ഞിരിക്കുന്ന തിയറിയിൽ, അതായത് ആൽഫ്രഡ് മാർഷലിൻ്റെ തിയറികളാണ് ഇതെല്ലാം. മാർഷൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. എന്താ? ലോവർ പ്രൈസിലാണ് മോർ ക്വാണ്ടിറ്റീസ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റ് ഡിമാൻഡ് കർവ് എപ്പോഴും ഹൊറിസോണ്ടൽ ഷേപ്പ് ആയിരിക്കും. ഇനി ഒരു പോയിൻ്റ് കൂടെ ഞാൻ പറയാം. വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്? അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്. ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സും ഉണ്ട്. അതാണ് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിമാൻഡ്. ഫസ്റ്റ് വൺ ഈസ് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. ഇപ്പം നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുന്ന പ്രൈസ്, ആ പ്രൈസ് നമ്മൾ പർച്ചേസ് ചെയ്യണോ വേണ്ടായോ എന്ന് തീരുമാനിക്കും. അപ്പോൾ ഡിമാൻഡ് ഈസ് ഓൾവേസ് അറ്റ് എ പ്രൈസ്. അതാണ് മുമ്പേ ഞാൻ പറഞ്ഞ്, ഹൈ പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി, ലോ പ്രൈസ് ഹയർ ക്വാണ്ടിറ്റി. അതാണ് പ്രൈസ്. നമ്പർ 2, റിലേറ്റഡ് കമോഡിറ്റി. പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അതായത് പർച്ചേസിങ് ഓർ കൺസ്യൂമിങ് വൺ ഗുഡ് ഇൻസ്റ്റെഡ് ഓഫ് അനദർ വൺ ഓർ ഇൻ പ്ലേസ് ഓഫ് അനദർ വൺ. ഒന്നിന് പകരം മറ്റൊന്നിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, കോഫി ആൻഡ് ടീ ഒക്കെ നമ്മൾ പറഞ്ഞു, അതാ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അതിനെ റിലേറ്റഡ് കമോഡിറ്റി എന്ന് പറയും. പിന്നെ ഫോർ ഗെറ്റിംഗ് എ സിംഗിൾ സാറ്റിസ്ഫാക്ഷൻ വി ഹാവ് ടു യൂസ് മോർ ദാൻ വൺ ഗുഡ്. അതായത് ഒരു സിംഗിൾ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒന്നിൽ കൂടുതൽ കമോഡിറ്റി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പം കാർ ആൻഡ് പെട്രോൾ. കാർ വേണമെങ്കിൽ പെട്രോളോട് ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ. റൈസ് ആൻഡ് കറി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി ഗുഡാണ്. അപ്പോൾ അങ്ങനെ കോംപ്ലിമെൻ്ററി ഗുഡ് എങ്ങനെയാണ് ഒരു മാർക്കറ്റിൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എങ്ങനെയാണ്, ഇതിനെ ആസ്പദമാക്കിയാണ് ഡിമാൻഡ് നിൽക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് അഫക്റ്റഡ് ബൈ റിലേറ്റഡ് കമോഡിറ്റി, ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് ഓൾസോ കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ദെൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇൻകം ഉണ്ടെങ്കിലേ പർച്ചേസിങ് നടക്കത്തുള്ളൂ. സോ ഡിമാൻഡ് ഡിപ്പെൻസ് ഓൺ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ദെൻ ടേസ്റ്റ്, ഫാഷൻ, പ്രിഫറൻസ് എക്സെട്ര. ടേസ്റ്റ്, ഫാഷന്, പ്രിഫറൻസ്, ഹാബിറ്റ് എക്സെട്ര. മനുഷ്യന്മാരുടെ ഓരോ ബിഹേവിയർ ഇതിലെല്ലാം കാണിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അഭിരുചിയാണ്, ഓരോ ഫാഷനാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഈ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. ടേസ്റ്റ്, ഫാഷന്, പ്രിഫറൻസ് ഓർ ഹാബിറ്റ് എക്സെട്ര ഓൾസോ അഫക്റ്റഡ് ഡിമാൻഡ്. പിന്നെ സൈസ് ഓഫ് പോപ്പുലേഷൻ, ദാറ്റ് മീൻസ് ഏരിയ വിത്ത് എ ലാർജർ പോപ്പുലേഷൻ മീൻസ് ലാർജർ പർച്ചേസിങ് പവർ. അതായത് കുറച്ച് പോപ്പുലേഷനെ ഉള്ളെങ്കിൽ പർച്ചേസിങ് പവർ കുറവായിരിക്കും. നേരെ കുറച്ച് ഒരുപാട് തിക്ലി പോപ്പുലേറ്റഡ് ഏരിയ ആണെങ്കിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും.
ആയിരിക്കും. അപ്പോൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സൈസ് ഓഫ് പോപ്പുലേഷൻ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഏരിയ, certain ഏരിയ റിച്ച്ലി ഇൻകം ഡിസ്ട്രിബ്യൂട്ടഡ് ഏരിയ ദാൻ ദ പുവർ ഏരിയ. ചില ഏരിയയൊക്കെ ചെല്ലുമ്പോൾ വളരെയധികമായിട്ട് റിച്ച് പോപ്പുലേഷൻ ആയിരിക്കും, നല്ല ഇൻകം ഉള്ള ഹൈ ഇൻകം പീപ്പിളൊക്കെ ആയിരിക്കും പുവർ പീപ്പിളിനേക്കാൾ അല്ലെ പുവർ ഏരിയയേക്കാൾ. അപ്പോൾ പിന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, അപ്പോൾ ചിലത്ത് ഹൈ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ചിലത്ത് ലോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഓൾസോ അഫക്റ്റഡ് ബൈ ദ ഡിമാൻഡ്. പിന്നെ എക്സ്പെക്റ്റഡ് ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ. നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസ്യൂമർ ബിഹേവിയറിൽ ഞാൻ പറഞ്ഞു, നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റേഷൻ, നമ്മൾ ഭാവിയിൽ ഫ്യൂച്ചർ റൈസ് ഇൻ പ്രൈസ് ഓർ ഫോൾ ഇൻ പ്രൈസ് നമ്മൾ ചിന്തിക്കും. ഫ്യൂച്ചറിൽ പ്രൈസ് കൂടുമോ അതോ പ്രൈസ് കുറയുമോ? അപ്പോൾ പതിയെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്ന കമോഡിറ്റി ആണെങ്കിൽ നമ്മൾ നേരത്തെ ഏർലിയർ പർച്ചേസിങ് നടത്തും. നേരെ മറിച്ച് പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കമോഡിറ്റി ആണെങ്കിൽ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യും. അപ്പോൾ ഫ്യൂച്ചർ പ്രൈസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതിനെ നമ്മൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറയും, എക്സ്പെക്റ്റഡ് ചേഞ്ച് ഇൻ പ്രൈസ്. അതുപോലെ പിന്നെ ഇത് കൂടാതെ പിന്നെയും പറയാം ഗവൺമെൻറ് പോളിസി ഓൾസോ അഫക്റ്റഡ് ഡിമാൻഡ്. ചിലപ്പോൾ ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ ഒരു ടാക്സ് റേസ് ചെയ്തു, അല്ലെങ്കിൽ സബ്സിഡിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കി, അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ദ കമോഡിറ്റീസ് പർച്ചേസിങ് പവർ. ഇതെല്ലാം ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോൺസെപ്റ്റ് ഓഫ് ഡിമാൻഡിനെ പറ്റി ഓർത്തിരിക്കുക. വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.